ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു മൊമെന്റ് എപ്പോഴും ഭയങ്കര ഒരു പ്രഷ്യസ് ആണ്. ഇപ്പോഴാണ് വീണ്ടും അത് വലിയ ലൈവായിലേക്ക് വന്നത്. ഈ 2-3 വർഷത്തിനിടയ്ക്ക് ശേഷമാണ് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും മീഡിയ വരുന്നു, വളയുന്നു, അഭിപ്രായങ്ങൾ ചോദിക്കുന്നു, അപ്പം തന്നെ നമുക്ക് റെസ്പോൺസ് അറിയാൻ പറ്റുന്നു. ആ സമയത്തൊന്നും അങ്ങനെ ഇല്ല. ഇപ്പം അതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ? അതൊക്കെ എനിക്കൊരു വീഡിയോകളിൽ മാത്രമാണ് ആ സാധനം കണ്ടിട്ടുള്ളൂ, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇല്ല, അത് ആസ് ഇറ്റ് ഗോസ് അത് കുറച്ചും കൂടി ബെറ്റർ ആണ്. നമുക്ക് ഈ ഏർലി ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ കുറേ കൂടി ഇൻ ഡെപ്ത് ആയിട്ട് റിവ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പം വി ക്യാൻ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. അത് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അല്ലോ ഇങ്ങനെയും ആക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊക്കെ കുറേ റിവ്യൂവേഴ്സിന് കയ്യിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. സോ ഇറ്റ്സ് സംതിങ് ബെറ്റർ ദാൻ ബിഫോർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ ഉണ്ടല്ലോ റിവ്യൂസ് പറയാനും, വേറെ എന്ത് വേണം. ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചപ്പോൾ ഇപ്പൊ ഗോകുലുണ്ട്, അർജുനുണ്ട്, ബാലു ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഒരു ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ ഗോകുലായിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പൊ അർജുനായിട്ടാണെന്നുണ്ടെങ്കിൽ അർജുനായിട്ട് എത്ര ഉണ്ടെന്ന് പറയാം. ഇപ്പൊ ഗോകുല്, ഇപ്പം പ്രണവ്, വിനീത്, ധ്യാന്, നിങ്ങളെയൊക്കെ ഒരു അച്ഛന്മാരെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരുപാട് സിനിമകളിൽ തുടർച്ചയായി വർക്ക് ചെയ്തിരുന്ന ആളുകളാണ്. അപ്പൊ ഈ ആ ഒരു ഗ്യാങ്ങിലുള്ള ഒരു സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ട് ഒക്കെ എങ്ങനെയാണ്? പ്രണവും ഞാനും സിൻസ് ചൈൽഡ്ഹുഡ് ക്ലോസ് ആണ്. വി യൂസ് ടു ട്രാവൽ ടുഗെദർ ആൻഡ് ഓൾ, ഫാമിലീസ് വൈസ്. പിന്നെ ധ്യാനും വിനീത് ഏട്ടൻ്റെ കൂടെയൊക്കെ ഫാമിലി ആയിട്ട് ട്രാവലിംഗ് ഒരുമിച്ചായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു, പിന്നെ ഈസ് ഓൾസോ ബിസി വർക്കിംഗ്, ഞാൻ പിന്നെ വേറെ ഫീൽഡിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു ടച്ച് വെക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഹിയർ ആൻഡ് ദർ വി യൂസ് ടു ടെക്സ്റ്റ്, വി ടോക്ക്. അവൻ കഴിഞ്ഞ പ്രാവശ്യം മീറ്റ് ചെയ്തപ്പോഴും പ്രണവ് പറഞ്ഞ്, നീ നിൻ്റെ അഭിനയിക്കാൻ എന്താണ് പ്ലാൻ, തിരിച്ചു വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. അവനും സജസ്റ്റ് ചെയ്തു, അവനും കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞു തന്നു എനിക്ക് വേണ്ടി. അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെ ഗോകുലിനെ എനിക്കറിയാം. ഗോകുലിന് ആക്ച്വലി ഈ പടത്തിൽ എനിക്ക് ഗോകുലിൻ്റെ ആയിരുന്നു ഫസ്റ്റ് അറിയാവുന്നത് ബിഫോർ ജോയിനിങ്. എനിക്ക് അവനെ സൗഹൃദം ഉണ്ടായിരുന്നു മുമ്പായിട്ട്. പിന്നീടാണ് അവനും പറയും, അവനും കുറേ ചേട്ടാ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ചേട്ടാ ഇത് നല്ലതായിരിക്കും, അങ്ങനെ അവനും സജസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ. എല്ലാത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എടുക്കും, ഇവിടെയൊക്കെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ലേ ഇപ്പം. സോ അങ്ങനെയാണ്. ഈ പ്രണവ് അഭിനയിക്കാൻ വിളിക്കുന്ന നീ ആദ്യം യാത്ര എടുത്ത് അഭിനയിക്കാൻ ഞാൻ കാണുമ്പോഴൊക്കെ വർഷത്തിലൊരിക്കലെങ്കിലും നീ ആദ്യം അഭിനയിക്കുക, എന്നിട്ട് എന്നെ വിളിക്കുക. അവനും അഭിനയിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. അങ്ങനെ എന്തെങ്കിലും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഐ മീൻ യാത്രകളെ നിങ്ങൾ രണ്ടുപേരും വണ്ടി, ഐ മീൻ ബ്രോ വണ്ടി, അദ്ദേഹം യാത്ര, അങ്ങനെയൊക്കെ പല ക്രൈസുകളും ഉള്ളതാണല്ലോ. ഈ ടോപ്പിക്സ് ഒക്കെ എങ്ങനെയാണ് ചർച്ചകൾ വരുമ്പം? ഇതുപോലെ തന്നെ ഈ വണ്ടിയിൽ യാത്ര എങ്ങനെ പോകുന്നു, അത് അവൻ സജസ്റ്റ് ചെയ്യും. ഈ സ്ഥലം പോകും, ഇത് നല്ലതാണ്, ഇത് നല്ലതാണ്, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ പടത്തിൽ അത്രയും സംസാരമായിട്ടില്ല, അബൌട്ട് ഫിലിംസ് അത്രയും ഇല്ല. പക്ഷെ മോർലി ലൈക്ക് ലൈഫ് സ്റ്റൈൽ, ഇവിടെ ഈ ട്രാവൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം ഈ യൂസ് ടു ടെൽ ലോട്ട് ഓഫ് തിങ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മെഡിസിൻ എങ്ങനെയൊക്കെ ഉണ്ട്, ഹോസ്പിറ്റൽ ലൈഫും, അതൊക്കെ ഞാനും കുറേ സംസാരിക്കാറുണ്ട്. ആക്ച്വലി സുച്ചി ആൻറ്റി, പ്രണവിൻ്റെ അമ്മ സുച്ചി ആൻറ്റി ആയിട്ടാണ് നമ്മൾ കുറച്ചും കൂടി ക്ലോസ്. മമ്മിയും സുച്ചി ആൻറ്റി എപ്പോഴും കാണും മൊബൈലൊക്കെ. അപ്പം അങ്ങനെ മീറ്റ് ചെയ്ത് ഞാനിങ്ങനെ ഹോസ്പിറ്റൽ കഥകൾ, ജോക്സ് ഇങ്ങനെയൊക്കെ ഞാൻ കുറേ പറയും സുച്ചി ആൻറ്റിക്കും മമ്മിയുടെ അടുത്തൊക്കെ. സോ ദേ ലൈക്ക് ടു ഹിയർ ഓൾ ദാറ്റ്. ഈ ഒരു സിനിമാ പാരമ്പര്യമുള്ള കുടുംബം എന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ, അച്ഛൻ, ഇപ്പം കസിൻസ് എല്ലാവരും, എനിക്ക് തോന്നുന്നു ഏറ്റവും യങ്ങർ ജനറേഷൻ വരുന്നത് ശ്രാവണും ദർശനവുമാണ്. ഏറ്റവും യങ്ങർ ജനറേഷൻ നിങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഇപ്പം ഈ 2-3 ജനറേഷനിലായിട്ട് അഭിനയിച്ച് പല തലങ്ങളിലെത്തിയ ഫാമിലിയിൽ നിന്നാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നത്. അപ്പം ഇത് ഞാൻ ദർശൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അത് ശരിക്കും ഭയങ്കര ഒരു ടെൻഷനല്ലേ, ഭീകര ടെൻഷനല്ലേ? ടെൻഷനാണ് ഇപ്പൊ, ടെൻഷൻ കൂടുതൽ. കാരണം നിങ്ങളൊക്കെ കമ്പയർ ചെയ്യുമല്ലേ, അച്ഛൻ ഇങ്ങനെ, അമ്മ ഇങ്ങനെ, മോൻ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് വേണം, അല്ലെങ്കിൽ ടെൻഷൻ കൂടുന്നത്. നമുക്ക് അത്രയും ടെൻഷനൊന്നുമില്ല. നമ്മൾ യുണീക്കായിട്ട് ചെയ്യണം, നമ്മൾ 100% എഫേർട്ട് വെച്ചിട്ട് ചെയ്യണം. പിന്നെ ബാക്കി ദൈവത്തിൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലുമാണ്, അത്രേ ഉള്ളൂ. പക്ഷേ സജഷൻസ് ഹെൽപ്പ് ചെയ്യും. മമ്മി അച്ഛനും കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും, ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ്, ഇത് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അവരുടെ സജഷൻസ് ഒക്കെ എടുത്തിട്ട് ഐ എം ട്രൈങ് ടു ഇംപ്ലിമെൻറ്റ്. കുഴപ്പമില്ലാതെ പോസിറ്റീവ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. പടം കണ്ടിട്ട് പറയും, ഞാൻ ഭദ്രനാണ് എൻ്റെ ക്യാരക്ടറുടെ പേര്, സുമതി വളവിലെ. സോ എല്ലാവരും കണ്ടിട്ടൊന്ന് അഭിപ്രായം പറയണോ. എന്ത് ക്യാരക്ടർ, പോസിറ്റീവാണോ നെഗറ്റീവാണോ, എന്താണ് ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ക്യാരക്ടർ ഞാൻ വില്ലനാണ്, പിന്നെ നെഗറ്റീവ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്, സാധാരണ അങ്ങനെയാണല്ലോ. പക്ഷേ നല്ല റോളാണ്, എനിക്ക് നല്ലൊരു ഓപ്പണിങ് കിട്ടി. സോ ഐ ബിലീവ് ഡയറക്ടറിന് എല്ലാവർക്കും സന്തോഷമാണ് നമ്മുടെ. അപ്പം നിങ്ങളും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ
നല്ലതായിരിക്കും അടുത്ത പടങ്ങളൊക്കെ കിട്ടാൻ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ. ശരിക്കും ഒരു 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 ക്യാരക്ടർ, ഒരു എയിം എന്താണ് ശരിക്കും? നായകനാവുക എന്നുള്ളതാണോ, ക്യാരക്ടർ റോളാണോ, അത് അച്ഛൻ പോയ പോലെ അതേ പാത്തിൽ തന്നെ പോവുക എന്നുള്ളതാണോ? എങ്ങനെയാണ് ഒരു അഭിനയത്തിലേക്ക് കരിയറിലൊരു എയിം എന്താണ്? ഞാൻ റോൾസ് പ്രത്യേകിച്ച് അങ്ങനെ അല്ല, ഗുഡ് ആക്ടിങ് സ്പേസ് വേണം. ഐ എം എൻ ആക്ടർ എന്നാണ്. അപ്പോൾ അച്ഛനും അമ്മയും അങ്ങനെയാണ് പറയുന്നത്. റോൾ പ്രിഫറൻസിൽ ചിലപ്പം ഹീറോ റോളായിരിക്കും, പക്ഷെ അത്രയും ഉണ്ടാവില്ല, സ്പേസ് ഉണ്ടാവത്തില്ല കുറെ കൂടി ടു ഷോ. ചിലപ്പം നോർമൽ ക്യാരക്ടറായിരിക്കും ഏറ്റവും കൂടുതൽ പോർട്രേ ചെയ്യുന്നത്. അപ്പം ഐ എം മോർ ഓഫ് ദാറ്റ് കൈൻഡ്. ഐ എം മോർ ഓഫ് എന്താണ്, ഹൗ മച്ച് സ്പേസ്, ഹൗ മച്ച് ഐ ക്യാൻ ഇമോട്ട്, ഹൗ മച്ച് ഐ ക്യാൻ ഷോ മൈ ടാലൻറ്റ്, അതാണ് എനിക്ക് വലുത്. സോ ഹീറോ വേണം അങ്ങനത്തെ ഒന്നും ഞാൻ ഐ എം നോട്ട് ഗോയിങ് ഫോർ ദാറ്റ് ഡ്രീം. പക്ഷേ നല്ല ഒരു പവർഫുൾ റോളൊക്കെ ആണെങ്കിൽ, ഇഫ് ഐ എം കേപ്പബിൾ ആൻഡ് ഇഫ് യു തിങ്ക്, ഇഫ് ദ ഡയറക്ടർ തിങ്സ് ഐ എം കേപ്പബിൾ, വൈ നോട്ട്. ഈ ഒരു രണ്ടും കൽപ്പിച്ചുള്ള വരവാണല്ലേ? കഷ്ടപ്പാടാണ് മോനെ, കഷ്ടപ്പാടാണ്. സ്റ്റെത്തെടുക്കുന്നതിന് എളുപ്പം ഞാൻ ലൈറ്റ് അടിച്ചുകൊണ്ട് ക്യാമറ മുമ്പിൽ നിൽക്കുന്നതാണ്. രണ്ടും ഭയങ്കര കഷ്ടപ്പാടാണ്. അതെന്ന് പറഞ്ഞാൽ അതെന്റെ പ്രൊഫഷനാണ്, ഇത് പാഷനാണ്. ഇപ്പം രണ്ടും. അപ്പം അമ്മ അതാ പറയുന്നത്, ബാലൻസ് ബോത്ത്, അതർവൈസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആണ് രണ്ടും ബാലൻസ് ചെയ്ത് പോകാന്നുള്ളത്? പ്രത്യേകിച്ച് ഡോക്ടറിന്റെ ഒരു പ്രൊഫഷൻ വന്നു കഴിയുമ്പോൾ, അതായത് ഒരു 9 to 5 ജോബ് ഓക്കെ ആണ്, പക്ഷെ ബട്ട് സ്റ്റിൽ അത് എത്രത്തോളം ബാലൻസിങ് ചെയ്യാൻ പറ്റും? 9 to 5 ജോബൊക്കെ പണ്ട്, ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഷിഫ്റ്റാണ്, നൈറ്റ് ഈവനിങ് എല്ലാം ഉണ്ട്. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊന്ന് ടൈം ഓഫ് എടുക്കണം എന്ന് വിചാരിച്ചു. ഗുഡ് ടു റിലാക്സ് ആൻഡ് ഐ എം ബ്ലെസ്ഡ് ആക്ച്വലി ടു ഗെറ്റ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. ഒന്ന് പാഷനും കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എനിക്ക്. ആൻഡ് അത് പക്ഷേ ബാലൻസിങ് നമ്മുടെ കയ്യിലാണല്ലോ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നമ്മളത് ചെയ്യണം. അത് ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ്. ഞാനത് നിർത്തിയിട്ട് ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല, അതും ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം. പക്ഷേ ഒരു സിനിമയുടെ തിരക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ അത് എത്രത്തോളം അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വെച്ച് നമുക്ക് ജോലി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അത് ആ ഒരു ഡേറ്റ്സ് കൊടുത്തിട്ട് പിന്നെ വീണ്ടും ഐ ക്യാൻ ഗോ ബാക്ക് ടു പ്രാക്ടീസ് അഗൈൻ, കം ബാക്ക്, അങ്ങനെയൊക്കെ. ഓ അങ്ങനെ എന്ന് വിചാരിക്കുന്നു. അറിഞ്ഞൂടാ, നോക്കാം, ട്രൈ ചെയ്യാം, എന്ത് ചെയ്യാൻ പറ്റും, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ട്രൈ ചെയ്യണം, എല്ലാം ട്രൈ ചെയ്യണം. ഇന്നസെന്റ് സാർ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, എനിക്കും മുകേഷിനും ഒക്കെ എന്തും ആരുടെടുത്തും പറയാനും കഥകൾ മെനയാനുള്ള സ്വാതന്ത്ര്യം മലയാളി തന്നിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ രണ്ടുപേരും ഒരുപാട് കഥ, ഇല്ലാത്ത കഥകളായിരിക്കും മിക്കതുവരെ പറയണത്. ഭയങ്കര രസകരമായിട്ട് കഥ പറഞ്ഞ് നമ്മൾ ഇരുത്തിക്കളയും. ഈ അച്ഛൻ്റെ കഥകൾ എപ്പോഴെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ, തന്നിട്ടുണ്ടോ, തമാശക്കെങ്കിലും? എന്റെ പറ്റിയോ? അല്ല, ഏതെങ്കിലുമൊക്കെ ഒരു കഥ അച്ഛൻ പറഞ്ഞത് തിരിച്ച് പണി തരാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു ഫണ്ണായിട്ട് ഇപ്പോഴെങ്കിലും ലൈഫിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അല്ല, അച്ഛൻ്റെ കഥകൾ അറിയാമല്ലോ. ഒരു എന്താ പറയുന്ന, ഇത്രയേ നടന്നിട്ടുള്ളൂ. അതായത് ഒരു ചെറിയ ഒരു സ്റ്റോറി മാത്രമേ ഉള്ളൂ. പക്ഷെ അച്ഛൻ്റെ ഉണ്ടാക്കുന്ന സ്റ്റോറി എന്ന് പറഞ്ഞാൽ കുറേ വോള്യൂംസ് ആണ് അതിനകത്ത്. അതിൻ്റെ ഇടയിൽ കുറേ കയറ്റുമല്ലോ അച്ഛൻ. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെനിഫിറ്റഡ് ആയിരിക്കും എനിക്ക്. അങ്ങനെ കുറേ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കുറേ ഇട്ട് കൊടുക്കും അച്ഛന്. ചിലപ്പോഴൊക്കെ ഒത്തില്ലെന്നല്ല, ചിലപ്പോഴൊക്കെ ഓക്കെ ആവും. ഓക്കെ, ഒത്തില്ല തന്നെ ട്രെൻഡാണ്. ഒത്തില്ല പുള്ളി അങ്ങനെ അതിന് ഗംഭീരമാണ് അച്ഛൻ. മമ്മി നേരെ ഓപ്പോസിറ്റും, ക്വൈറ്റ് സൈലൻറ്റ്, അത്രയൊന്നും കഥകളൊന്നും പറയാത്ത, അത്രയും ഇൻ്റർവ്യൂസ് ഒന്നും കൊടുക്കാത്ത ആളാണ്. അപ്പം രണ്ടിൻ്റെ മിക്സാണ് ഞാൻ. പിന്നെ സ്വാതന്ത്ര്യം അച്ഛനും ഉണ്ട്, അതുകൊണ്ട് അത്രയും കോൺഫിഡൻസോട് പറയുന്നത്. നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ, ഐ ഡോണ്ട് മേക്ക് ഫൺ ഓർ ഐ ഡോണ്ട് ടോക്ക് അബൌട്ട് സമ്മൺ ഹു ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത്, ഓർ ഹി ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് മീ. അല്ലെങ്കിൽ ഞാനങ്ങനെ സംസാരിക്കത്തും കളിയാക്കത്തും കഥകളൊന്നും ഇല്ല. അതൊക്കെ അച്ഛനെ പറ്റും, നമുക്ക് പറ്റത്തില്ല. അതാ ഈ ആ കഴിവെങ്കിലും സ്കൂളിൽ കോളേജിലേക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മറ്റേ കഥ പറഞ്ഞ് കഥ മെനയുക, അതൊക്കെ സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കംഫർട്ടബിൾ ഗ്യാങ്ങിലൊക്കെ ആണെങ്കിൽ ഓഫ്കോഴ്സ് കഥ പറയാനൊക്കെ ഇഷ്ടമാണ്, തമാശ പറയാനും. നമ്മളൊരു ബ്രേക്ക് ടൈം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സ്കൂളിലും കോളേജിലൊക്കെ ഇരുന്ന് കഥകൾ പറയുക, തമാശകൾ പറയുക. ചിലപ്പോൾ ടീച്ചർമാരൊക്കെ വന്ന് ഇടയിലൊക്കെ കേൾക്കും നമ്മളെ കഥകളും തമാശകളും. ആ സമയത്ത് അച്ഛൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കഥകളും ഷൂട്ടിംഗ് സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ. ഞാൻ ഹോസ്റ്റലിലാണ് വളർന്നത് ആക്ച്വലി, കൊച്ചിൻ, 10th സ്റ്റാൻഡേർഡ് വരെ. അപ്പം കുറച്ച് ടൈം ഉണ്ടാവും എല്ലാവരുടെ മീറ്റ് ചെയ്യാനും ജോക്സ് ഷെയർ ചെയ്യാനൊക്കെ. ആക്ച്വലി സിദ്ദിഖ് അങ്കിളുടെ മോൻ ഷഹീൻ സിദ്ദിഖ് എൻ്റെ ക്ലാസ്മേറ്റാണ്. നമ്മൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം
വി ഹാവ് എ ലോട്ട് ഓഫ് കോമൺ സ്റ്റോറീസ്. ആ സമയത്ത് അച്ഛനും സിദ്ദിഖങ്ങളും കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഒരുമിച്ച്. അപ്പം പിന്നെ നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കും കുറേ തമാശകൾ നമ്മുടെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെയും ഹോസ്റ്റൽ മേറ്റ്സിൻ്റെ കൂടെയൊക്കെ. ഇവിടെ